ഹായ് വ്യൂവേഴ്സ്, ഐ ആം ജനുജി. അപ്പം നമ്മൾ ഇതിൻ്റെ മുന്നത്തെ എപ്പിസോഡിൽ വിദ്യാർത്ഥികൾ എങ്ങനെയാണ് ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ നടത്തേണ്ടതെന്ന് മനസ്സിലായി കഴിഞ്ഞു. ഇനി നമുക്ക് വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല, നമ്മുടെ നിത്യജീവിതത്തിൽ പലയിടത്തും ഒരു സോഷ്യൽ ഗ്യാതറിങ് വരുന്നു. ഒരു ഗവൺമെൻറ് എംപ്ലോയീസ് ആണെന്ന് വെച്ചോളൂ, അവർക്ക് പലപ്പോഴും ഒരു സോഷ്യൽ ഗ്യാതറിങ് വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും പൊതു ഫംഗ്ഷൻ വരുമ്പോഴൊക്കെ ഇതിനു മുമ്പ് പലപ്പോഴും നിങ്ങൾക്ക് സന്ദർഭം കിട്ടിയിട്ടുണ്ട്. മക്കളുടെ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് അങ്ങനെ പല സ്ഥലത്തും. പക്ഷേ അന്നൊന്നും ഇത് അറിയാത്തത് കൊണ്ട് നിങ്ങൾ ഒഴിഞ്ഞു മാറി രക്ഷപ്പെട്ടു പോന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇവിടെ ഇന്ന് നമ്മൾ ഒരു വീട്ടമ്മ എങ്ങനെയാണ് ഒരു സോഷ്യൽ ഗ്യാതറിങ്ങിൽ അവിടെ ചെന്നിട്ട് അവർ സ്വയം പരിചയപ്പെടുത്തുന്നത് നോക്കാം. അപ്പോൾ ഇന്ന് ഒരു വീട്ടമ്മയുടെ സെൽഫ് ഇൻട്രൊഡക്ഷനാണ്. അപ്പം ഇത് വീട്ടമ്മയ്ക്ക് വേണ്ടി മാത്രമല്ല, ഇത് മൊത്തത്തിൽ ആർക്ക് വേണമെങ്കിലും ഇതിലെ പദങ്ങൾ എടുത്തിട്ട് ഇതിലാർക്കൂടി പേര് മാറ്റേണ്ടി വരും, സ്ഥലം മാറ്റേണ്ടി വരും. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാറ്റിയാൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും സെൽഫ് ഇൻട്രൊഡക്ഷൻ ആവും. അത് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല, കോളേജ് വിദ്യാർത്ഥികൾക്കൊക്കെ ഇത് ബാധകമാണ്. കോളേജ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഇനി ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ എങ്ങനെയാണ് സെൽഫ് ഇൻട്രൊഡക്ഷൻ നടത്തേണ്ടത് എന്നുള്ളത് അത് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. കാരണം അതിൽ കുറച്ചുകൂടി കാര്യങ്ങൾ കൂട്ടിച്ചേർക്കണം. ഇതിപ്പോൾ ഒരു സാധാരണ രീതിയിലുള്ള ഒരു വീട്ടമ്മ എങ്ങനെയാണ് ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ നടത്തേണ്ടത് എന്നാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെയും നമുക്ക് നേരത്തെ റെസ്പെക്റ്റഡ് ടീച്ചർ എന്നാണ് പറഞ്ഞത്. ഇവിടെ നമുക്ക് ഈ ഒരു സോഷ്യൽ ഗ്യാതറിങ്ങിലൊക്കെ ഒരു ചെയർപേഴ്സൺ ഉണ്ടാവും, അധ്യക്ഷനായിട്ട് ആരെങ്കിരിക്കുന്നുണ്ടാവും. അപ്പോൾ അവരെയാണ് നമ്മൾ അഭിസംബോധന ചെയ്യുന്നത്. അപ്പം റെസ്പെക്റ്റഡ് ചെയർപേഴ്സൺ ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, അല്ലെങ്കിൽ റെസ്പെക്റ്റഡ് ചെയർപേഴ്സൺ ആൻഡ് മൈ ഡിയർ കൊലീഗ്സ്. ചിലപ്പം സഹപ്രവർത്തകരായിരിക്കും. അപ്പം ചില സ്ഥലത്താണ് ഫ്രണ്ട്സ് വരുന്നത്, ചില സ്ഥലത്ത് കൊലീഗ്സ് വരും. കൊലീഗ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂടെ കോ വർക്കേഴ്സ് എന്ന് പറയും. അപ്പോൾ സന്ദർഭം അനുസരിച്ച് ഉപയോഗിക്കണം. ഓക്കെ, ഇവിടെ ഒരു വീട്ടമ്മ പറയുന്നു, റെസ്പെക്റ്റഡ് ടീച്ചർ ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. വൈകുന്നേരമാണ് ഫംഗ്ഷൻ നടക്കുന്നത്, അതുകൊണ്ടാണ് ഗുഡ് ഈവനിങ് ഉപയോഗിച്ചത്. റെസ്പെക്റ്റഡ് ചെയർപേഴ്സൺ ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. ഇവിടെ മേ ഐ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ് എന്ന് അവർ പറയുന്നത്. ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്, ഐ ആം ഇൻട്രൊഡ്യൂസിങ് മൈസെൽഫ്. ഇതിനൊക്കെ ഏത് വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് മേ ഐ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ് എന്നാണ്. മേ ഐ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ് എന്നാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പാരഗ്രാഫ് കഴിഞ്ഞു. റെസ്പെക്റ്റഡ് ചെയർപേഴ്സൺ ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്, മേ ഐ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. ഇനി അടുത്ത പാരഗ്രാഫിൽ അവരുടെ പേരും ഇതൊക്കെയാണ്. I am Ann John. I am Ann John. I am Ann John എന്ന് പറയാം, അല്ലെങ്കിൽ മൈ നെയിം ഈസ് ആൻ ജോൺ. രണ്ടും ശരിയാണ്. അപ്പം മൈ നെയിം ഈസ് ആൻ ജോൺ ഓർ ഐ ആം ആൻ ജോൺ. ഇനി അടുത്ത സെൻറ്റൻസ് ഒന്ന് ശ്രദ്ധിക്കണം, ഇത് സ്ഥിരമായിട്ട് നമുക്ക് വേണ്ടതാണ്. ഐ വാസ് ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ വയനാട്. ഐ വാസ് ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ വയനാട്. ഇത് പല സ്ഥലത്തും വേണ്ടി വരും. ഞാൻ ജനിച്ചതും വളർന്നു. ഐ വാസ് ബോൺ എന്ന് പറഞ്ഞാൽ ഞാൻ ജനിച്ചത്. ഐ വാസ് ബ്രോട്ട് അപ്പ് എന്ന് പറഞ്ഞാൽ എന്നെ വളർത്തിയത്, അതെ ഞാൻ വളർന്നത് എന്നാണ്. സോ ഐ വാസ് ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ വയനാട്. വയനാട്ടിലാണ് ഞാൻ ജനിച്ചതും വളർന്നതും. ചിലപ്പം ചിലവരിത് രണ്ടും തിരിച്ചിട്ട് പറയും. ഐ വാസ് ബോൺ ഇൻ കേരള ബട്ട് ബ്രോട്ട് അപ്പ് ഇൻ തമിഴ്നാടു. ഞാൻ ജനിച്ചത് കേരളത്തിലാണ്, പക്ഷെ വളർന്നത് തമിഴ്നാട്ടിലാണ്. ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. സോ ഇവിടെയാണെങ്കിൽ ഐ വാസ് ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ വയനാട്. ഞാൻ ജനിച്ചതും വളർന്നതും വയനാട്ടിലാണ്. ആഫ്റ്റർ മാരേജ്, അതായത് വിവാഹശേഷം, അപ്പോൾ മാരീഡ് ആണെന്ന് മനസ്സിലായി. ആഫ്റ്റർ മാരേജ് ഐ ലിവ് വിത്ത് മൈ ഹസ്ബൻഡ് ഇൻ എറണാകുളം. ആഫ്റ്റർ മാരേജ് ഐ ലിവ്, ഞാൻ താമസിക്കുന്നത് വിത്ത് മൈ ഹസ്ബൻഡ്, ഭർത്താവിനോടൊപ്പമാണ്. ഇൻ എറണാകുളം, എറണാകുളത്ത് ഭർത്താവിനോടൊപ്പമാണ് ഞാൻ താമസിക്കുന്നത്. ഇനി അവരുടെ ഇത് പറയാണ്, ഐ എം എ ഹോം മേക്കർ. ഞാനൊരു വീട്ടമ്മയാണ്. ഐ എം എ ഹോം മേക്കർ. ദെൻ ഐ ലൈക്ക് ഡൂയിങ് സോഷ്യൽ വർക്ക് ആൻഡ് ഗാർഡനിങ്. അപ്പോൾ ഇവർക്ക് രണ്ട് ഹോബീസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് സോഷ്യൽ വർക്കും, പിന്നെ ഒന്ന് പൂന്തോട്ട നിർമ്മാണമാണ്. സോ ഐ ലൈക്ക് ഡൂയിങ് സോഷ്യൽ വർക്ക് ആൻഡ് ഗാർഡനിങ് ഇൻ മൈ ഫ്രീ ടൈം. അപ്പോൾ എൻ്റെ ഒഴിവുകാല വിനോദം ഇതാണ്. ഒഴിവ് സമയത്ത് ഞാൻ ഇതാണ് ചെയ്യുന്നത്. ഐ വാണ്ട് ടു ബി, ഇനി അവരുടെ അംബീഷൻ അവർ പറയാണ്, ഐ വാണ്ട് ടു ബി എ ബെസ്റ്റ് സോഷ്യൽ വർക്കർ. ഏറ്റവും നല്ല ഒരു സാമൂഹ്യ പ്രവർത്തകയാകണമെന്നാണ് അവരുടെ ആഗ്രഹം. അപ്പോൾ അത് അവർ കൃത്യമായിട്ട് പറഞ്ഞു. അപ്പോൾ ആ ഒരു പാരഗ്രാഫ് കഴിഞ്ഞ് അവരെക്കുറിച്ച് പറഞ്ഞു, അവരുടെ ഹോബി പറഞ്ഞു, അവരുടെ അംബീഷനൊക്കെ പറഞ്ഞു. അതൊക്കെ പറഞ്ഞത് ക്ലിയറായി. ഇനി അവരുടെ ഫാമിലിയെക്കുറിച്ച് പറയാം. നേരത്തെയുള്ള ഇതിൽ നമ്മൾ ഐ ഹാവ് എന്ന് ഉപയോഗിച്ച സ്ഥാനത്ത് ഒരു ചെറിയ വ്യത്യാസം. ദർ ആർ 5 members in my family.
എൻ്റെ കുടുംബത്തിൽ എത്ര പേരുണ്ട്? 5. There are 5 members in my family. ആരൊക്കെയാണെന്ന് അവർ പറയുന്നുണ്ട്. മൈ ഹസ്ബൻഡ്, മദർ ഇൻ ലോ, 2 children ആൻഡ് മൈസെൽഫ്. മൈ ഹസ്ബൻഡ്, അപ്പോൾ ആദ്യം ഭർത്താവുണ്ട്, ഭർത്താവിൻ്റെ അമ്മ, അതാണ് മദർ ഇൻ ലോ, പിന്നെ 2 കുട്ടികളും ഞാനും. മൈ ഹസ്ബൻഡ്, മദർ ഇൻ ലോ, 2 children ആൻഡ് മൈസെൽഫ്. ഇനി ഹസ്ബൻഡ് ആരാണെന്ന് പറയുന്നുണ്ട്. മൈ ഹസ്ബൻഡ് ഈസ് എ ബിസിനസ് മാൻ. ഹസ്ബൻഡ് ആരാണ്? ഒരു ബിസിനസ്സുകാരനാണ്. മൈ ഹസ്ബൻഡ് ഈസ് എ ബിസിനസ് മാൻ. ആൻഡ് മൈ സൺ, my son works as an engineer. My son works as an engineer in Bangalore. എൻ്റെ മകൻ ബാംഗ്ലൂരിൽ എഞ്ചിനീയർ ആയിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. My son works as an engineer in Bangalore. ഇനി മകളെക്കുറിച്ച് പറയുന്നുണ്ട്. My daughter is doing her B.Ed course. My daughter is doing her B.Ed കോഴ്സ്. എൻ്റെ മകൾ B.Ed കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഭർത്താവിനെ കുറിച്ച് പറഞ്ഞു, അവിടെയുള്ള മകനെക്കുറിച്ചും മകളെക്കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ആ പാരഗ്രാഫും കഴിഞ്ഞു. ഇനി ഇവിടെയും നമുക്ക് ഒരു ഇപ്പം ഞാനിവിടെ മൈ ഡോട്ടർ ഈസ് ഡൂയിങ് എന്നാണ് ഉപയോഗിച്ചത്. അവിടെ ഡൂയിങ് എന്ന് പറഞ്ഞാൽ സ്റ്റഡിങ് എന്നാണ് അർത്ഥം. ഐ എം ഡൂയിങ് മൈ +2, ഐ എം ഡൂയിങ് മൈ +2 കോഴ്സ്, ഐ എം ഡൂയിങ് മൈ +1 കോഴ്സ്. ആ കോഴ്സിൻ്റെ പേര് പറയും. ഐ എം ഡൂയിങ് മൈ BA കോഴ്സ്, ഇങ്ങനെയൊക്കെയാണ് പറയുക. അപ്പം ഡൂയിങ്ങിൻ്റെ അർത്ഥം സ്റ്റഡിങ് എന്നാണെന്നുള്ളത് ഒരു ഓർമ്മ വേണം. ഇനി അത് കൺക്ലൂഡ് ചെയ്യാം. അപ്പം നേരത്തെ നമ്മൾ ഐ ആം കൺക്ലൂഡിങ് മൈ വേർഡ്സ് എന്നാണ് പറയുന്നത്. ഇവിടെ നമുക്ക് ലെറ്റ് മീ കൺക്ലൂഡ് മൈ വേർഡ്സ്, ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ, ലെറ്റ് മീ ചെയ്യട്ടെ എന്നാണ്. ലെറ്റ് മീ കൺക്ലൂഡ് മൈ വേർഡ്സ്. താങ്ക് യു, ഹാവ് എ നൈസ് ഈവനിങ്. ഇത് വൈകുന്നേരം ആയതുകൊണ്ടാണ് ഹാവ് എ നൈസ് ഈവനിങ് എന്ന് പറഞ്ഞത്. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ ഇത് മുഴുവൻ ഒന്ന് പലതവണ വായിക്കുക, പലതവണ പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് മിററിൻ്റെ മുമ്പിൽ, കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ സന്ദർഭം കിട്ടുമ്പോൾ അറിയാതെ ആയിരിക്കും. നിങ്ങൾ പറ്റുമെങ്കിൽ ഇവിടെ നിങ്ങൾ സുഹൃത്തുക്കളെ കണ്ടെത്തി അവരോട് ഇത് പറഞ്ഞ് പഠിക്കണം. നിങ്ങളുടെ ഈക്വൽ ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും പഠിക്കാൻ താല്പര്യമുള്ളവരായിരിക്കണം. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും 2-3 തവണ പറയുമ്പോഴേക്കും നിങ്ങളിത് പഠിക്കുക മാത്രമല്ല, ജീവിതത്തിൽ ഒരുപാട് സന്ദർഭങ്ങൾ വരും. ഇത്രയും കാലം നിങ്ങൾ എവിടെ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി ഇംഗ്ലീഷിൽ നിന്ന് കേൾക്കുമ്പോൾ കാലിൻ്റെ അടിയിൽ നിന്ന് വിരയിലൊക്കെ വന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറിയിട്ടുണ്ടാവും. ഇത് നിങ്ങൾ പറഞ്ഞു നോക്ക്, നിങ്ങൾക്ക് അപ്പോൾ തന്നെ അപ്രിസിയേഷൻ കിട്ടും. ഇത്രയും നന്നായിട്ട്. ഓരോരുത്തർ പറഞ്ഞ് പഠിച്ചത് ഇങ്ങനെയാണ്. എല്ലാവരും ഇങ്ങനെ പലതവണ പറഞ്ഞ് പഠിച്ച് തെറ്റിച്ചൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് ഇന്ന് നിങ്ങൾ കേൾക്കുന്ന രീതിയിലെത്തി. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ അവർ പെട്ടെന്ന് അങ്ങോട്ട് പറയാൻ തുടങ്ങിയെന്നല്ല. ഇതുപോലെ അവരും നിങ്ങളെപ്പോലെ നന്നായിട്ട് പറഞ്ഞ് പഠിച്ചു. ഇപ്പോഴും നിങ്ങൾക്കറിയാം, ഇപ്പം നിങ്ങൾക്ക് 10-20 ചോദ്യങ്ങൾ പഠിച്ചു, ഉത്തരങ്ങൾ പഠിച്ചു. ഇപ്പോൾ ഒരു സെൽഫ് ഇൻട്രഡക്ഷനായി. നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ഇപ്പോൾ എത്രയോ കൂടിയിട്ടുണ്ട്. നിങ്ങൾക്കും ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുന്നുള്ള ആത്മവിശ്വാസം എത്രയോ കൂടിയിട്ടുണ്ടാവും. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഇത് മുഴുവൻ വാച്ച് ചെയ്യാം. ഇത് ഇഷ്ടപ്പെടുന്നവർ മുഴുവൻ, ഇതൊക്കെ റിക്വസ്റ്റാണ്. എല്ലാവരും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. പ്രത്യേകിച്ച് പഠിക്കുന്ന മക്കൾക്കൊക്കെ ഷെയർ ചെയ്യാം. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മാത്രമല്ല, ഇതേപോലെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ, ഇത് അറിയാത്തവരുണ്ട്, അവർക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ വീണ്ടും ഇതിൻ്റെ ലിങ്ക് അയക്കേണ്ടി വരും. നിങ്ങൾ ഒരിക്കൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇതുവരെയുള്ള എല്ലാ വീഡിയോയും കിട്ടും. ഇവിടുന്ന് അങ്ങോട്ടുള്ള വീഡിയോയും കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു very much for watching this video. Goodbye till we meet again.